നമസ്കാരം. പരിഷ്കരിച്ച വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തു. ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് ബില്ല്, വസ്തുവകൾ പരിപാലിക്കുകയാണ് വഖഫ് ബോർഡിന്റെ ചുമതല. പള്ളികളുടെ നിയന്ത്രണത്തിൽ ഇടപെടുന്ന ഒന്നും ബില്ലിലില്ല. നടപടികൾ സുതാര്യമാക്കുകയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി റിജിജു പറഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് അനുസരിച്ചാണ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത്. സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ല. ബിൽ ഭരണഘടനാ വിരുദ്ധമല്ല. പ്രതിപക്ഷം നുണ പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേന്ദ്രം അധികാരത്തിൽ കൈകടത്തില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശമുന്നയിക്കുന്നു. UPA ഭരണകാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിത അധികാരമാണ് നൽകിയത്. UPA ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് വഖഫിന് നൽകുമായിരുന്നു എന്ന് കിരൺ റിജിജു സഭയിൽ പറഞ്ഞു. നിങ്ങൾ മതത്തിന്റെയും വോട്ട് ബാങ്കിന്റെയും പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുസ്ലിങ്ങളെ 70 വർഷമായി കോൺഗ്രസ് വഞ്ചിച്ചു. ഞങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് കേന്ദ്രമന്ത്രി റിജിജു പറഞ്ഞു. വഖഫ് ബോർഡിൽ വനിതാ പ്രാതിനിധ്യം എവിടെയെന്ന് റിജിജു ചോദിച്ചു. എല്ലാ വിഭാഗങ്ങളെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിഭാവനം ചെയ്യുന്നത്. മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്നതല്ല ബോർഡെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. KCBCയും CBCIയും ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MPമാർ ബില്ലിനെ എതിർത്താൽ ജനവിരോധം നേരിടേണ്ടി വരും. ബില്ലിൽ 284 സംഘങ്ങൾ അഭിപ്രായം അറിയിച്ചു. 97 ലക്ഷം നിർദ്ദേശങ്ങൾ JPCക്ക് കിട്ടി. അതെല്ലാം വിശദമായി പരിശോധിച്ചു. ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. മതനേതാക്കളെ കണ്ട് അഭിപ്രായങ്ങൾ തേടിയിരുന്നു. കോൺഗ്രസ് കാലത്തെ നിയമങ്ങൾ പോലെയല്ല. വഖഫ് നിയമങ്ങളിലടക്കം അധികാരം സംസ്ഥാനത്തിനായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി റിജിജു വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബില്ല് അവതരണത്തിനിടെ മുനമ്പം വിഷയവും മന്ത്രി പരാമർശിച്ചു. മുനമ്പത്ത് 600 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തു. ഭേദഗതി ബിൽ പാസ്സായാൽ അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് കിരൺ റിജിജു പറഞ്ഞു. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം രംഗത്തെത്തി. നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളിലെ എതിർപ്പ് അറിയിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇതിനിടെ യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ സഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. എന്നാൽ പ്രേമചന്ദ്രന്റെ വാദം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തള്ളി. എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിക്കുന്നത്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതെന്ന് അമിത്ഷാ വ്യക്തമാക്കി. സഭയെ മന്ത്രി കിരൺ റിജിജു തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗഗോയ് ആരോപിച്ചു. UPA സർക്കാരിനെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റെന്ന് ഗഗോയ് പറഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ വഴികാട്ടി. ഈ ബില്ല് ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ്. ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കാനുമാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്നും ഗൗരവ് ഗഗോയ് പറഞ്ഞു. വഖഫ് ബില്ലിന്മേൽ 8 മണിക്കൂർ ചർച്ച നടത്താനാണ് അനുമതി നൽകിയിട്ടുള്ളത്. ബില്ല് നാളെ രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കും.